സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 4ാം വിജയം സ്വന്തമാക്കി മുംബൈ മുന്നേറുകയാണ്. ഇന്ത്യൻ ട്വന്റി നായകൻ സൂര്യകുമാർ യാദവ് ടീമിനൊപ്പം ചേർന്ന മത്സരത്തിൽ സർവീസസിനെതിരെ മുംബൈ നേടിയത് 39 റൺസ് വിജയമാണ്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് എടുത്തപ്പോൾ സർവീസസ് 19ാം ഓവറിൽ 3ാം ബോളിൽ 153 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. മുംബൈക്ക് വേണ്ടി ശിവൻ ദുബെയും സൂര്യകുമാർ യാദവും അർദ്ധ സെഞ്ചുറികൾ നേടി. 37 പന്തുകളിൽ 71 റൺസാണ് ശിവൻ ദുബെ അടിച്ചത്. 7 സിക്സുകളും 2 ഫോറുകളും അദ്ദേഹം അടിച്ചു. 46 പന്തുകൾ നേരിട്ട സൂര്യകുമാർ യാദവ് 70 റൺസ് എടുത്തു. 4 സിക്സുകളും 7 ഫോറുകളുമാണ് സൂര്യ ബൗണ്ടറി കടത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് ഓപ്പണർ പൃഥ്വി ഷായെ തുടക്കത്തിൽ തന്നെ നഷ്ടമായിരുന്നു. പൂനം സുഭാഷ് പുനിയയുടെ 3ാം പന്തിൽ പൃഥ്വി ഷാ റണ്ണെടുക്കാതെ പുറത്തായി. തുടർന്ന് അജിൻക്യ രഹനെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പിടിച്ചു നിന്നതോടെ മുംബൈ സ്കോർ ഉയർന്നു. ഇരുവരുടെയും പുറത്താകലിന് ശേഷമായിരുന്നു സൂര്യകുമാർ യാദവും ശിവം ദുബെയും മുംബൈ സ്കോറിംഗിന് കരുത്തായത്. 66 പന്തുകളിൽ നിന്നും 130 റൺസാണ് ഈ കൂട്ടുകെട്ടിൽ പറഞ്ഞത്. 19ാമത്തെ ഓവറിൽ 2ാം ബോളിൽ മുംബൈ സ്കോർ 190 എത്തിച്ച ശേഷമാണ് വിശാൽ ഗൗറിന്റെ പന്തിൽ സൂര്യകുമാർ യാദവ് പുറത്താകുന്നത്. മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ മോഹിത് അഹ്ലാവത്ത് അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. വികാസ് ഹത്വാല, മോഹിത് രാധി എന്നിവരാണ് സർവീസസിന്റെ മറ്റ് പ്രധാന സ്കോറർമാർ. മുംബൈക്ക് വേണ്ടി ഷാർദുൽ ഠാക്കൂർ 4ഉം ഷംസ് മുലാനി 3ഉം വിക്കറ്റുകൾ വീഴ്ത്തി. 5 മത്സരത്തിൽ 4ഉം ജയിച്ച മുംബൈ ഈ ഗ്രൂപ്പിൽ ആന്ധ്രാപ്രദേശിനും കേരളത്തിനും പിന്നിലാക്കി 3ാം സ്ഥാനത്താണ്. കേരളത്തോട് മാത്രമാണ് മുംബൈ ഇതുവരെ തോറ്റിട്ടുള്ളത്.